അസ്സാം വലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പച്ചമുളക് ചെടി നന്നായി ആരോഗ്യത്തോടെ വളരുന്നതിനും നിറയെ പൂവിടുന്നതിനും പൂക്കൾ കൊഴിഞ്ഞു പോവാതെ നിറയെ കായ്കൾ ഉണ്ടാവുന്നതിനും ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പച്ചമുളക് ചെടി തൈ മുളപ്പിച്ച് നമ്മൾ മാറ്റി നടുമ്പോൾ നല്ല വളക്കൂറുള്ള ഇളക്കമുള്ള മണ്ണിലാണ് നടേണ്ടത്. കൂടാതെ നല്ല സൂര്യപ്രകാശവും കിട്ടുന്ന സ്ഥലത്താണ് പച്ചമുളക് ചെടി നടേണ്ടത്. അപ്പോൾ നമുക്കിനി അതിനു വേണ്ട തൈ എങ്ങനെ മുളപ്പിക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഞാൻ കറിക്ക് വാങ്ങിയ ഒരു മുളക് എടുത്തിട്ടാണ് ഞാൻ തൈ മുളപ്പിക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇതുപോലെ പൊട്ടിച്ച് അതിൽ നിന്നും നമുക്ക് ഇഷ്ടംപോലെ വിത്ത് കിട്ടും. ഇത് തന്നെ ധാരാളം മതി, നമുക്ക് വേണ്ടത്ര തൈകൾ മുളപ്പിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ തൈ മുളപ്പിക്കാറുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് വരും. നമുക്കപ്പോൾ അത് എങ്ങനെ മുളപ്പിക്കുന്നത് എന്ന് ഒന്ന് നോക്കാം. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. കടയിൽ നിന്നൊന്നും തൈ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് 2-3 ദിവസത്തിൽ മുളച്ച് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇത് ഒരു പോട്ടിംഗ് മിക്സാണ്. ചാണകപ്പൊടിയും എപ്പോഴും പറയുന്ന പോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും, അതേപോലെ നമ്മൾ കയ്യിലുള്ള കിച്ചൺ കമ്പോസ്റ്റ്, മണ്ണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ ഇത് പാവി കൊടുക്കുന്നത്. നമുക്ക് ചെറിയ ചട്ടിയിലോ ഇതുപോലെ കവറിലോ എന്തിലെങ്കിലും ഇതുപോലെ പാകി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ വിത്തുകളൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് മണ്ണിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരുപാട് അടിയിൽ പോകണ്ട, ചെറുതായിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന്, ഇല്ലെങ്കിൽ ഇതന്നെ എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ തൂവി കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ 2-3 ദിവസത്തിൽ 4 ദിവസത്തിലൊക്കെ ഇത് മുളച്ച് ചെടിയാവും കേട്ടോ. പിന്നെ നമുക്കതൊരു 4 പ്രായമൊക്കെ ആകുമ്പോൾ തൊട്ട് പറിച്ച് നടാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ നന്നായി വരും. ഇപ്പോൾ ഇതുപോലെ ഞാൻ മുളപ്പിച്ചിട്ട് എടുത്ത് നട്ട് വെച്ച തൈയാണിത്. ഇപ്പോൾ ഞാൻ ഒരുപാട് മുളപ്പിച്ചിരുന്നു. എല്ലാം ഓരോ ചട്ടികളിലും കവറുകളിലൊക്കെ ആയിട്ട് നട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അവസാനമായിട്ട് നട്ടതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇനി തൈകൾ നടാനില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പോട്ടിംഗ് മിക്സിൽ അടിയിൽ കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ട് മേലെ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇട്ടിട്ട് നട്ട് വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ നട്ടാൽ മതി, നല്ല ഹെൽത്തി ആയിട്ട് വളരും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വളം ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ ഇട്ട് കൊടുത്തതാണ്, എന്നാലും ഇപ്പോൾ വീഡിയോയിൽ ഇട്ട് കൊടുത്ത്, അതായത് പോട്ടിംഗ് മിക്സിൽ തന്നെ ഇഷ്ടംപോലെ വളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സൈഡ് ഇളക്കിയിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ കമ്പോസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ഇതാണ് കിച്ചൺ കമ്പോസ്റ്റ്. അപ്പോൾ എന്നിട്ട് അതും അതിൻ്റെ മേലെ കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഗ്രോ ബാഗ് നിറച്ച മണ്ണുണ്ട്, അത് അതിൻ്റെ മേലെ കുറച്ച് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ട് വളരും. എന്നിട്ട് നമുക്ക് കുറച്ച് മേലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരു പുതയിട്ട് കൊടുക്കാം. ഇലയൊക്കെ ഇട്ട് കൊടുത്താൽ അത് ഈർപ്പം നിലനിർത്തുന്നതിനും അതിന് ചൂടേൽക്കാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഇതിൻ്റെ തല ഒന്ന് നുള്ളി കൊടുക്കാം. ഇങ്ങനെ നുള്ളി കൊടുത്താൽ ഇഷ്ടം പോലെ ബ്രാഞ്ചുകൾ വരും കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഇത് ഒരു 4 ഇല പ്രായമാകുമ്പോൾ തന്നെ നമുക്ക് നുള്ളി കൊടുക്കാം. ഇത്ര വലുപ്പമാവണമെന്നൊന്നുമില്ല. അപ്പോൾ അതുപോലെ ഞാൻ നുള്ളിയ ഒരു ചെടിയാണിത്. ഇത് കണ്ടില്ലേ, നല്ല ഇഷ്ടം പോലെ ശിഖരങ്ങളൊക്കെ വന്നിട്ട്
അതിൽ നിന്നെല്ലാം നിറയെ പൂവുകളും കായ്കളും എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറൊരു ചെടിയാണ്. ഇത് ഞാനൊരു എണ്ണക്കാനിൽ വെറുതെ കിടന്നപ്പോൾ അതിൽ നട്ട് വെച്ചതാണ്. കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ നട്ടാൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുണ്ടാവും ചെടി. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ചെടികളില്ലതുകൊണ്ട് വേസ്റ്റ് പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ നട്ട് വെക്കുന്നതാണ്, കവറുകളിലും കുപ്പികളിലൊക്കെ കേട്ടോ. അതുപോലെ നട്ട ഒരു ചെടി തന്നെയാണിത്. ഇത് കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ശിഖരങ്ങളും അതേപോലെ കായ്കളും എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. പറിക്കാനായിട്ടില്ല, മൂപ്പാവുന്നേ ഉള്ളൂ. എന്നാലും ഇതുപോലെ നല്ല കുലകുലയായിട്ട് തന്നെ കണ്ടില്ലേ, ഇഷ്ടം പോലെ മുളകാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു കുറച്ച് നീളം കുറഞ്ഞ ഉണ്ടമുളകാണ് കേട്ടോ. കണ്ടില്ലേ, പച്ചമുളക് തന്നെ നീളം കുറവുള്ളതും ഉണ്ടാവുമല്ലോ, അതുപോലെ നല്ല പച്ചപ്പോട് കൂടി നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നീളമുള്ള മുളകാണ്. എല്ലാം ഇപ്പോൾ ഉണ്ടായി തുടങ്ങുന്നുള്ളൂ, ഞാൻ പറിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ പൂവുകളും കായ്കളും ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു അടിപൊളി വളം ഇതിന് ഉണ്ടാക്കി കൊടുക്കാം. അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വളം. ഇത് നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ, അതായത് കഞ്ഞിവെള്ളത്തിൽ കിച്ചൺ വേസ്റ്റ്, നമ്മുടെ പച്ചക്കറി വേസ്റ്റും മുട്ടത്തോട് അതേപോലെ പഴത്തൊലി, ഉള്ളിത്തൊലി, അതുപോലെയുള്ള എല്ലാ പച്ചക്കറി വേസ്റ്റും ഇടാട്ടോ, എന്ത് വേണമെങ്കിലും. അപ്പോൾ അത് നമ്മൾ ഇട്ട് 3 ദിവസം കഴിഞ്ഞ് ഇതുപോലെ അതിൻ്റെ കൂടെ ചാരം അതേപോലെ ചാണകം എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് ബക്കറ്റിലേക്ക് എടുത്തിട്ട് അതിൽ 10 ഇരട്ടി വെള്ളം ഒഴിച്ച് നന്നായി നേർപ്പിച്ച് നമുക്ക് പച്ചമുളക് ചെടിക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പൂവും കായും എല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ വളം തന്നെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ നല്ല നേർപ്പിച്ച് വേണം ഒഴിച്ച് കൊടുക്കാൻ. നല്ല ഒരു വളമാണ് ഇത്. നമുക്കൊരു ആഴ്ചയിലൊരു ദിവസമോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴോ ഇതുപോലെ ഒഴിച്ച് കൊടുത്താൽ വേറെ വളങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഞാനിതുപോലെ കവറിൽ നിറച്ച് വെച്ച മണ്ണുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറേശ്ശെ മണ്ണും ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെടി നിറയെ പൂവും കായും എല്ലാം പിടിച്ചോളും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. പിന്നെ എല്ലാവരും പറയുന്ന പരാതിയാണ് പച്ചമുളക് ചെടിയിൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്ന്. അപ്പോൾ പച്ചമുളക് ചെടിയിലെ പൂക്കൾ കൊഴിഞ്ഞു പോവാതിരിക്കാനും മറ്റു കീടങ്ങൾ കൂടുതലായി ആക്രമിക്കാതിരിക്കാനും ഞാൻ നല്ലൊരു ട്രിക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഇത് കണ്ടില്ലേ, വെള്ള കാന്താരിയാണ് കേട്ടോ. ഇഷ്ടം പോലെ കായ് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രിക്ക് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 ml ഫിഷ് അമിനോ ആസിഡാണ് ഞാൻ ആദ്യമായിട്ട് ഒഴിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, മീനിൻ്റെ വേസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ അത് കാണാത്തവർ എൻ്റെ ചാനലിൽ കയറി കാണണം. അത് ഒരു 5 മില്ലി ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു 5 മില്ലി സുർക്ക വിനിഗർ ആണ് കേട്ടോ ഒഴിക്കുന്നത്. ഇതും കൂടെ ഈ മൂടി ഒരു 5 മില്ലിൻ്റെ അളവാണ്, അതുകൊണ്ടാണ് മൂടിയിൽ എടുത്തൊഴിക്കുന്നത്. പിന്നെ ഇനി സോപ്പ് ലായനി അല്ലെങ്കിൽ ഡിഷ് വാഷ്, ഇതിലേതെങ്കിലും ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഒരു 5 മില്ലി അളവിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 5 മില്ലിൻ്റെ കണക്കിന് നമ്മൾ അത് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ കറിക്കായം ഇല്ലെങ്കിൽ പാൽക്കായം, ഏതാണോ നിങ്ങളെ കയ്യിൽ
പാൽക്കായ അതാണ് നല്ലത്. അപ്പോൾ ഇല്ലാത്തവർ ഇതുപോലെ കറിയിലിടാൻ കൊണ്ടുവന്ന് ഈ കായപ്പൊടി എടുത്തിട്ട് അത് കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അതും ഒരു 5 ഗ്രാമിൻ്റെ കണക്കിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ അത് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡ് ഒരു ചിലവില്ലാത്ത സാധനമാണ് കേട്ടോ. അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം. സ്പ്രെയർ ഇല്ലാത്തവർ ഇതുപോലെ ഈ ബോട്ടിലിൻ്റെ മൂടിയിൽ ഓട്ടയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇഷ്ടംപോലെ പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാവും കേട്ടോ. പിന്നെ കീടബാധ ഉണ്ടാവില്ല, മുരടിപ്പ് വരില്ല, നല്ല ഹെൽത്തി ആയിട്ട് വളർന്നോളും പച്ചമുളക് ചെടി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ള കാന്താരി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പറിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.